മഴക്കാലത്ത് മുരിങ്ങയില കഴിക്കരുത്. ഇപ്പോഴത്തെ മലയാളി, പണ്ടത്തെ മലയാളിക്ക് പറ്റും. കാരണം പണ്ടത്തെ മലയാളി പുറത്ത് മഴ പെയ്യുന്നെങ്കിൽ ഉള്ളിൽ ചൂടുണ്ടാവും. എന്തുകൊണ്ട്? അധ്വാനം. ഡൈജഷന് കൂടുതൽ എനർജി വേണ്ട ഭക്ഷണങ്ങൾ മഴക്കാലത്ത് കഴിക്കാതിരിക്കലാണ് കൂടുതൽ അത്യുത്തമം. മനസ്സിലായോ പറഞ്ഞത്? ഇലക്കറികൾ കഴിക്കുക, സാധാരണ ഇലകൾ. ഞാൻ പറഞ്ഞ ഈ മുരിങ്ങയില തന്നെ കുറച്ച് കട്ടിയാണ്, അത് മാറ്റിയിട്ട് നല്ല സാധാരണ ഇലക്കറികളൊക്കെ കഴിക്കുക. പിന്നെ എന്ത് ചെയ്യുക? ചേമ്പ്, ചേന ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഗുണമുള്ള സാധനങ്ങളാണ്. നല്ല വൃത്തിയായി പാരമ്പര്യമായി ഒഴിയുന്ന ബോധമുള്ള നല്ല ഒരാളെ കൊണ്ട് ഒരു പഞ്ചകർമ്മ ചികിത്സക്ക് നീ വിധേയനായാൽ ആവശ്യമായ ദുർമേധസ് നിന്റെ ബോഡിയിൽ നിന്ന് പോകും. ആവശ്യമായ ദുർമേധസ് പോയാലോ ക്യാൻസർ വരെ ഇല്ലാതെയാവും. ദുർമേധസ് അധികരിക്കുന്നതിനാൽ ഉണ്ടാവുന്നതാണ് ക്യാൻസർ. ദുർമേധസ് അധികരിക്കുന്നതിനാൽ ഉണ്ടാവുന്നതാണ് ഷുഗർ. ദുർമേധസ് അധികരിക്കുന്നതിനാൽ ഉണ്ടാവുന്നതാണ് പ്രഷർ. അപ്പൊ ഈ ചികിത്സ എന്തിനു വരെ ഉപകരിക്കും? എന്തിനുപകരിക്കും? ക്യാൻസറിന് വരെ, ക്യാൻസറിനും ഷുഗറിനും ഒക്കെ ഉപകരിക്കും. ഈ ഔഷധങ്ങളുടെ ഗുണങ്ങളൊക്കെ എന്തില്ലാതാക്കും? നമ്മളെ ഇന്നത്തെ ഈ പൊടിയുപ്പ് ഇല്ലാതാക്കും. പൊടിയുപ്പ് ഉപയോഗിക്കുക ചെയ്യരുത്. ഇത് ഉപയോഗിക്കുമ്പോൾ 2 ഉപ്പ് ഉപയോഗിക്കരുത്. ഏറ്റവും നല്ലത് റോക്ക് സാൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പ്, അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ഔഷധ വീര്യങ്ങൾ മുഴുവനും മറ്റേ പൊടിയുപ്പ് ഇല്ലാതാക്കും. അയഡിൻ ചേർത്തുപ്പ് ഉപയോഗിക്കരുത്. മനസ്സിലാണോ? റോക്ക് സാൾട്ട് ഉപയോഗിക്കാം. റോക്ക് സാൾട്ട് സ്വയം ഔഷധമാണ്. ഇന്നലെ ഒരു കൂട്ടർ എൻ്റെ അടുത്ത് വന്നല്ലോ. എന്തിനാ അവർ വന്നത്? എന്താ അവർ പറഞ്ഞത്? കുട്ടിക്ക് എന്നും വയറുവേദന. അപ്പോൾ ഞാനതിന് പറഞ്ഞു, ഞാനനുസരിച്ച് സിദ്ധവൈദ്യൻ്റെ അവിടെ പോയി കാണും. മനസ്സിലാണോ? സിദ്ധവൈദ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എവിടെയാ പ്രശ്നം? അവർക്ക് നാടി പിടിച്ച പറയും. ഒരാൾ എന്തായാലും മാർക്കറ്റിൽ പോകുക ഒരു ദിവസം രാവിലെ, അന്നൊക്കെയുള്ള സാധനം വാങ്ങാം. മീൻ, ഇന്നൊക്കെയുള്ള മീൻ. മനസ്സിലാണോ? അപ്പോൾ ഇന്ന് മീൻ കൊണ്ടുവന്നാലും മത്സ്യം അങ്ങനെ തന്നെ കറി വെക്കരുത് ഞങ്ങളോട് പറയാണ്. എന്ത് ചെയ്യണം? അത് നല്ല പോലെ അതിൻ്റെ കേട് കളയണം. ഈ അടുത്ത ദിവസം എൻ്റെ ഭാര്യ എനിക്കൊരു മീൻകറി വെച്ച് തന്നു. ഒരു കഷ്ണം എടുത്തപ്പോഴത്തേന് നാവ് തരിച്ചുപോയി. അപ്പോൾ എന്താ കാരണം 250 ഉറുപ്പിക കൊടുത്ത് വാങ്ങിയതാണ് 1 കിലോ മത്തി. 250 ഉറുപ്പിക കൊടുത്ത് 1 കിലോ മത്തി വാങ്ങുമ്പോൾ ബുദ്ധി ഉണ്ടെങ്കിൽ അത് വാങ്ങരുത്. എന്തുകൊണ്ട് പറയും? എന്തുകൊണ്ട് 200 ഉറുപ്പിക കൊടുത്ത് ഒരിക്കലും 200 ഉറുപ്പിക കൊടുത്ത് ഒരിക്കലും ഒരു ആപ്പിൾ കിലോ വാങ്ങരുത്. എന്തുകൊണ്ട്? അത് സീസൺ അല്ല. മത്തിയുടെ വില ഏറി വന്ന 100 ആണോ അല്ലേ? മത്തിയുടെ വില എന്ന് പറഞ്ഞാൽ ഏറെ വന്ന മത്തിയുടെ വില ഏറെയാണ്. മത്തിയുടെ വില സാധാരണഗതിയിൽ 60, 70 അങ്ങനെയൊക്കെയാണ്. ഏറെ വന്നാൽ 100 രൂപയ്ക്ക് അപ്പുറം വാങ്ങുന്ന മത്തി കേരളത്തിലെ മത്തി ആവില്ല. അത് ഒമാൻ്റെ മത്തി ആയിരിക്കും. ഒമാൻ്റെ മത്തി ഒമാനിൽ ഇവിടെ എത്തുമ്പോഴത്തേന് അവരെന്ത് ചെയ്യുന്നറിയോ? ഈ മയ്യത്ത് കൊണ്ടുവരാൻ പാക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇടുന്ന രാസപദാർത്ഥങ്ങൾ ഇട്ടിട്ടാണ് കൊണ്ടുവരിക. നാവിൽ വെച്ചവൻ നാവ് തരിച്ചുപോയി. ആ ഭക്ഷണം ആരും കഴിച്ചതുമില്ല. നീ ഒന്ന് കഴിച്ചു നോക്കി തന്നെ ഓൾക്കും കഴിക്കാൻ വയ്യ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. മത്തി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടാൽ അവർകൾ ബഹുമാനപ്പെട്ട അവർകളെ കണ്ടാൽ നല്ല വലിപ്പമുള്ള നീണ്ട മത്തി. ആ മത്തിയെ വാങ്ങരുത്. ആ കേരളത്തിൽ മത്തി തന്നെയല്ല. മത്തി എന്ന് പറഞ്ഞാൽ ഒമേഗ 3യാൽ സമ്പുഷ്ടമായ ഭക്ഷണമാണ്. എന്ത്? മത്തി. ഒമേഗ 3 സമ്പുഷ്ടമായ ഏറ്റവും നല്ല ഭക്ഷണം, കുറഞ്ഞ ആരോഗ്യദായകമായ വളരെ പവർഫുള്ളായ ഒരു ഭക്ഷണമാണ് മത്തി. ഈ മത്തി കേരളീയ ഭക്ഷണമാണ്. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏത് കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കി തന്നൊരു സാധനമാണ് എന്ത്? മത്തി. ഭയങ്കര കരുത്തുണ്ടാക്കുന്ന സാധനമാണ് മത്തി. പക്ഷേ അത് നമ്മുടേതായിരിക്കണം. അപ്പം അതിനൊരു പരിധിയുണ്ട്. മനസ്സിലാവേണ്ട പറയുന്നത് നിങ്ങൾ, അതിന് പരിധിയുണ്ട്. ഇപ്പൊ കടപ്പുറത്തിന്റെ പരിസരത്ത് താമസിക്കുന്നവർ ഒഴിവ് കിട്ടുന്ന രാവിലേക്ക് ഒരു കടപ്പുറത്ത് പോയാൽ ചിലപ്പോൾ ഫ്രഷായ മീൻ കിട്ടും. മനസ്സിലാവേണ്ട പറഞ്ഞാൽ ഇപ്പോൾ ട്രോളിങ് നിരോധിച്ച കാലമാണ്. അപ്പോൾ ചെറുവഞ്ചി എന്നൊക്കെ ചൂണ്ടിട്ട് പിടിക്കുന്ന മത്സ്യങ്ങളെ കിട്ടും. ഫ്രഷ് ആയിരിക്കും സാധനം. മനസ്സിലായോ? ഒന്ന് രാവിലെ ഒന്ന് എന്താ പറയുക, കാപ്പാട് പോകണം, അല്ലെങ്കിൽ എന്താ പറയുക, ചാലിയത്ത് പോകണം, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ വലിയ വില കൊടുത്ത് വാങ്ങരുത്. ഒരു ഫ്രഷായ സാധനത്തിന് ലഭ്യത കുറഞ്ഞ കാലത്ത് വില കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മത്തിക്ക് 250 ഉറുപ്പ്യ കൊടുത്ത് മത്തി വാങ്ങുമ്പോൾ ഒരിക്കലും ഇത് വാങ്ങരുത്. അത് നമ്മുടെ നാട്ടിലെ മത്തി അല്ല, അത് ഭയങ്കര രോഗമായിരിക്കും. അതിലുള്ള കെമിക്കലിന് കൈ കണക്കുണ്ടാവില്ല.
എന്നിട്ട് ഈ കെമിക്കലുള്ള ഈ സാധനത്തെ, ഈ മത്തിയെ, ഈ മീനിനെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റിയിടും. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഈ രോഗാണുക്കൾ വളരും. പിന്നെ അത് നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കറി വെക്കും. ഒരാഴ്ചക്കുള്ള സാധനം വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് രോഗമല്ലാതെ എന്താ വരേണ്ടത്? അതുകൊണ്ട് ആദ്യം നമ്മൾ ഫ്രിഡ്ജ് സംവിധാനം ഒഴിവാക്കുക. ഫ്രിഡ്ജ് എന്ന സംവിധാനം വേണ്ട. പിന്നെ എങ്ങനെ നമ്മളെ ഉമ്മ ജീവിച്ച്? ഉമ്മാൻ്റെ കാലത്തെ കാലാവസ്ഥ തന്നെയല്ലേ എപ്പോഴും കേരളത്തിലുള്ളത്? പറ. നമ്മളെ ഉമ്മ വല്യമ്മ അന്നും ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, അല്ലേ, മിഥുനം, കർക്കിടകം, അങ്ങനെ തന്നെയല്ലേ? അപ്പൊ അക്കാലത്തുള്ള ഋതുഭേദങ്ങൾ തന്നെയല്ലേ എക്കാലത്തുള്ളത്. പിന്നെ എന്തിനാ പ്രശ്നം നടക്കുന്നത്? ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പൊ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ അരി അങ്ങനെ പെട്ടെന്ന് കേടാവില്ല. പച്ചക്കറിക്കൂട്ടുകൾ അന്നുള്ളത് വാങ്ങുക. അങ്ങാടിയിൽ നിന്ന് പലപ്പോഴും മുറിച്ച് വാങ്ങാതിരിക്കുക. ഉദാഹരണം പറയാം, മുറിക്കരുത്, അങ്ങാടിയിൽ നിന്ന് മുറിച്ച് വാങ്ങരുത്. ഉദാഹരണം, മുരിങ്ങാക്കായ മുറിച്ച് തരണ്ട. ചിലപ്പോൾ മുറിച്ച് കീസിൽ കൊള്ളൂല, മുറിക്കണ്ട. കാരണം ഈ രോഗാതുരമായ ഈ വായിലൂടെ അത് കൊണ്ടുവരണ്ട. മുറിവായി നേരെ രോഗത്തെ സ്വീകരിക്കും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്നത്തെ ആവശ്യത്തിന് മുറിച്ചോ. 2 ദിവസം 3 ദിവസത്തിൻ്റെ മുരിങ്ങാക്കായ വാങ്ങാം. 1-2 ദിവസത്തിനൊക്കെ തക്കാളി വാങ്ങാം. അത് വീട്ടിൽ കട്ടിലിൻ്റെ ചോട്ടിൽ വെച്ചാൽ അതിൻ്റെ അവിടുത്തെ ഈർപ്പത്തിൽ അതങ്ങനെ നിൽക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഫ്രിഡ്ജ് ഒഴിവാക്കി കളാം. ഫ്രിഡ്ജിലെ വെള്ളം കേടാണ്, മനസ്സിലായില്ല? തണുപ്പിച്ചുപയോഗിക്കുന്ന വെള്ളം കേടാണ്. നാച്ചുറൽ വാട്ടർ മതി. നാച്ചുറൽ വാട്ടർ എവിടെ ഉണ്ട്? പറ. എൻ്റെ വീട്ടിലുള്ള കിണറിലില്ലേ നാച്ചുറൽ വാട്ടർ? അത് മതി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിണറല്ലേ, അടുത്ത വീട്ടിൽ കിണറുണ്ടാവില്ലോ, അവരൊക്കെ നിങ്ങൾക്ക് കിണർ വെള്ളം തരുമല്ലോ. അതൊക്കെ വെള്ളം കൊണ്ട് പരസ്പരം സഹകരിക്കും ചെയ്യുന്നവരല്ലേ ഇന്നും മലയാളികൾ അല്ലേ? ആണ്. അപ്പോൾ ആ ഫ്രിഡ്ജ് ഒഴിവാക്കാനുള്ള ഒരു പ്രതിജ്ഞ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. പിന്നെ ഓരോ കാലം ഇപ്പോൾ നമ്മൾ ഋതുഭേദങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ അവസ്ഥകളാണ് ഉണ്ടാവുക. ഇപ്പോൾ പ്രതിരോധ ശക്തി കുറഞ്ഞ കാലം മഴക്കാല. അതുകൊണ്ട് കൂടുതൽ കലോറി ഉള്ള ഭക്ഷണങ്ങൾ മഴക്കാലത്ത് ഒഴിവാക്കണം. മഴക്കാലത്ത് ശരീരം പൊതുവെ ദുർബലമാകും മഴക്കാലത്ത്. കാരണം സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന സാഹചര്യം വളരെ കുറയും, ചൂട് കുറയും, വെയിൽ കുറയും. അപ്പോൾ കലോറി കുറയുന്ന ഇതിൽ നിന്ന് വേറെ ഒരു പാഠമുണ്ട്. എന്ത്? ഈ AC-യിൽ മാത്രം ജീവിക്കുന്നവർ ഈ കലോറി കൂടിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ഉദാഹരണം പറയാം, അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ പള്ള നിറച്ച് തിന്നു. മോന് ഇരിപ്പ് എവിടെയാണ്? ഓഫീസിൽ AC-യാണ്. ശീതീകരിച്ചതല്ലാത്തൊരവസ്ഥ അവൻ്റെ ബോഡി കാണുന്നേ ഇല്ല. എന്നാൽ കലോറി ഏറ്റവും കൂടുതലുള്ള ഭക്ഷണമാണ് ഇവൻ കഴിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു 15 മിനിറ്റോ 25 മിനിറ്റോ ഒരു അരമണിക്കൂർ ഒരു വെയിൽ കൊള്ളുന്ന സമ്പ്രദായം നമുക്കില്ല. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉത്സവമാണ് വെയിൽ. ഒരു വീടുണ്ടാക്കുമ്പോൾ വീടിൽ താമസിക്കുന്നത് പോലെ തന്നെ വീടിൽ അവർ എന്താ ചെയ്യുക? വെയിൽ കൊള്ളാൻ സ്ഥലം. ദി കെയ്റ്റ് റണ്ണേഴ്സ് എന്ന ഖാലിദ് ഹുസൈനിയുടെ ഒരു നോവലുണ്ട്, ദി കെയ്റ്റ് റണ്ണേഴ്സ്. ആ പുസ്തകത്തിൽ കാലിഫോർണിയയിൽ അവരൊരു വീട് വാങ്ങിയപ്പോൾ അതിൽ എന്താ പറയുക, വെയിൽ കൊള്ളാൻ സ്ഥലം പ്രത്യേകം ഉള്ളത് കൊണ്ടാണ് ആ വീടിനെ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങൾ, അവർക്കൊക്കെ എന്തിന് ഒരു പ്രധാനമായി അവർ കാണും? എന്ത്? വെയിൽ കൊള്ളൽ. ആ വിഷയം നമുക്കില്ല. നമ്മൾ പരമാവധി വെയിലിൽ നിന്ന് ഒളിച്ചോടുക. സൺബാത്ത് പ്രത്യേകമായ സംഗതിയാണ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സോനാഗ്രഹങ്ങളുണ്ട് ഫിൻലൻഡിലാണ് പിന്നെ ലോകത്തേക്ക് അത് വരുന്നത്. ഔഷധ പച്ചില കൊണ്ട്, ഔഷധ ഇലകൾ കൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? ചൂടാക്കും. എന്നിട്ട് അതിൻ്റെ സ്റ്റീം ബാത്ത് അതൊക്കെ ചെയ്യും. നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്തെന്നാൽ, ഇങ്ങനത്തെ ഒരുപാട് ശ്രദ്ധ പരിഷ്കൃത രാജ്യങ്ങളിലുണ്ട്. നമ്മൾക്ക് പുതിയത് വരികയും ചെയ്തു, എന്നാൽ പഴയതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാൽ, ഞാൻ പറഞ്ഞു, എന്താ പറയാനുള്ള കാരണം,
എന്താ പറയാൻ കാരണം? മഴക്കാലം പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞ ഒരു കാരണം ശീതീകരിച്ച ഒരു അവസ്ഥയാണ് പൊതുവേ അറ്റ്മോസ്ഫിയർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബോഡിക്ക് കൂടുതൽ കലോറിയുള്ള ഭക്ഷണം കൊടുക്കരുത്. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ ഓർമ്മ, മഴക്കാലത്ത് മുരിങ്ങയില കഴിക്കരുത്. ഇപ്പോഴത്തെ മലയാളി, പണ്ടത്തെ മലയാളിക്ക് പറ്റും. കാരണം പണ്ടത്തെ മലയാളി പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചൂടുണ്ടാവും. എന്തുകൊണ്ട്? അധ്വാനം, ഭയങ്കര അധ്വാനം. ഭയങ്കര അധ്വാനം, കരുത്തിട്ട് അധ്വാനം ഉണ്ടാവും, നല്ല അധ്വാനം ഉണ്ടാവും, കരുത്തുള്ള അധ്വാനം ഉണ്ടാവും, നല്ല അധ്വാനം. മനസ്സിലാണ്ട് പറഞ്ഞത്? ചിന്തിക്ക്. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ദിവസം ഫുള്ള് മഴ കൊണ്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ ഉപ്പാനോടുകൂടെ പാടത്തേക്ക് പോവും. അപ്പോൾ പാടത്ത് കാര്യമായ കൃഷി പണി നടക്കുന്ന ദിവസമായിരിക്കും. അപ്പം മഴ കൊള്ളും. കൊടയൊന്നും നമുക്കവിടെ നടക്കൂല. ഞാൻ എത്രയോ എൻ്റെ ആയുസ്സിൽ ഫുള്ള് മഴ കൊണ്ടത് എൻ്റെ ആയുസ്സിൽ കണക്കില്ല. ഒരു ദിവസം പെയ്ത മഴക്കട കൊള്ളും. അന്നത് നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെട്ട് ചെയ്യാണ്. പക്ഷെ അത് ശരീരത്തിലുണ്ടാക്കുന്ന പ്രതിരോധ ശക്തി ഭയങ്കര. മനസ്സിലാണ്ടോ പറഞ്ഞു? അപ്പം നമ്മൾ മഴക്കാലത്ത് അക്കാലത്തെ ജനങ്ങൾ മുരിങ്ങയും പരിപ്പും കൂട്ടിയിട്ട് ചോറ് തിന്നും പാടവരമ്പത്ത് വെച്ച്. അക്കാര്യം അവർക്ക് എന്തുണ്ട്? കടുത്ത എന്തുണ്ട്? അധ്വാനമുണ്ട്. നമുക്കിപ്പോൾ അധ്വാനം എന്താ ഉള്ളത്? അധ്വാനം എന്ന് പറയുന്നത് ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നീ വയറിങ് മാനാണ്, മനസ്സിലാണ് പറഞ്ഞത്. അപ്പം നിന്റെ അധ്വാനവും കൈക്കോട്ട് കളക്കുന്നവൻ്റെ അധ്വാനം രണ്ടാണ്. നിനക്കൊരു നിലക്ക് ബുദ്ധി കൊണ്ടാണ് പണി. കൈ കൊണ്ടുള്ള പണി എന്ന് പറഞ്ഞാൽ വലിയ ഒരു കായിക എനർജി ചെലവഴിക്കേണ്ട പണിയല്ല അത്. ഒരിടത്ത് ഇരുന്ന് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ അല്ലേ? പറയാം അങ്ങനെയല്ലേ? അതേ ശ്രദ്ധിക്കണം കേട്ടോ. അതേ സമയത്ത് കൈക്കോട്ട് കളക്കുന്നവൻ്റെ പണി രണ്ടാമത്തെ പണിയാണ്. കന്ന് പൂട്ടുന്നവൻ്റെ പണി അതിനേക്കാൾ വലിയ പണിയാണ്. ഇപ്പം കന്ന് പൂട്ടലെന്ന സംഭവം നമ്മുടെ നാട്ടിലില്ല. എൻ്റെ കുട്ടിക്കാലത്ത് കാര്യമായി എടുക്കുന്ന പണിയാണിത് കന്നുകൂട്ടൽ. കന്നുകൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാവിലെ 6 മണി അല്ലെങ്കിൽ 6:30 7 മണിക്കുള്ളിൽ 6 മണി തന്നെ ആയിരിക്കും. 6 മണിക്ക് മുഖം വെച്ച് കന്ന് പൂട്ടി തുടങ്ങിയാൽ പിന്നെ ഒരു 1:30-2 മണി വരെ കന്ന് പൂട്ടും. ഈ മണിക്കൂറിൽ ഇപ്പം എത്രയായി? 8 മണിക്കൂർ. ഇവൻ അതിനിടയിൽ ഒരു ചായക്ക് നിർത്തും, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്. അത് മനസ്സിലാണ്ട്. അപ്പോൾ ഒരു 8 മണിക്കൂർ 7 മണിക്കൂർ എന്ന് കൂട്ടിക്കോ. 7 മണിക്കൂർ ഒരു മനുഷ്യൻ നടന്നാൽ എത്ര ദൂരം നടക്കും? 7 മണിക്കൂർ നടക്കുക, ചളി കൂടെ നടക്കുക, ചെരുപ്പില്ല, മണ്ണിൽ നടക്കുക. എത്ര മണിക്കൂർ? ചെരുപ്പില്ല നടക്കുക. 7 മണിക്കൂറൊക്കെ നടക്കും. അവരെ കരുത്തെത്ര. അവർക്ക് മുരിങ്ങയില മഴക്കാലത്തും കഴിക്കാം. എന്തുകൊണ്ട്? ജീർണിക്കും, ഡൈജഷൻ കൃത്യമായി നടക്കും. കാരണം ഉള്ളിൽ അത്രയും വലിയ ചൂട് അവർക്ക് ഉണ്ടാവും. അവരെ മനസ്സിലായാലും പറയാം, ഒരു സെൽഫായി തന്നെ അവരിൽ നിന്ന് ഒരു ചൂട് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളവസ്ഥ അങ്ങനെയല്ല. അപ്പം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ കരുത്ത് വേണ്ട ഇലകളോ മറ്റോ കഴിക്കരുത്. മുരിങ്ങയിലാണ് പ്രധാനമായി കഴിക്കരുത്. കലോറി കൂടിയ ഭക്ഷണങ്ങളും കഴിക്കരുത്. മഴക്കാലത്ത് നല്ല കാര്യം, നല്ല ഉദാഹരണം പറയാം, സൂപ്പ് കഴിക്കുക. നല്ല സൂപ്പ് കഴിക്കുക. അത് ഇറച്ചിയിട്ട സൂപ്പ് ആയിക്കോളുന്നില്ല, പച്ചക്കറി സൂപ്പ് അതും പറ്റും, ഇറച്ചി സൂപ്പും പറ്റും. ഇറച്ചി കൂട്ടാതെ. ഇറച്ചിയും അമിതമായി കഴിക്കാൻ പാടില്ലാത്ത കാലമാണേത്? മഴക്കാലം. അമിതമായും ഇറച്ചി കഴിക്കരുത്. ഇറച്ചിയ സമയം വേനൽക്കാലമാണ്. മഴക്കാലത്ത് ഇറച്ചി കുറക്കണം, എല്ലാ ഇറച്ചിയും കുറക്കണം. മനസ്സിലായി? കൂടുതൽ എനർജി വേണ്ട, അതായത് ഡൈജഷന് കൂടുതൽ എനർജി വേണ്ട ഭക്ഷണങ്ങൾ മഴക്കാലത്ത് കഴിക്കാതിരിക്കലാണ് കൂടുതൽ അത്യുത്തമം. മനസ്സിലായോ പറഞ്ഞത്? ഇലക്കറികൾ കഴിക്കുക. സാധാരണ ഇലകൾ ഞാൻ പറഞ്ഞ ഈ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയ, അത് മാറ്റിയിട്ട് നല്ല സാധാരണ ഇലക്കറികളൊക്കെ കഴിക്കുക. പിന്നെ എന്ത് ചെയ്യുക? ചേമ്പ്, ചേന ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഗുണമുള്ള സാധനങ്ങളാണ്. ചേമ്പ്, ചേമ്പ്
ചേന വളരെ കരുത്തുള്ള സാധനമാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ പഴയ കാലത്തൊക്കെ കഴിച്ചിരുന്ന സാധനങ്ങളുണ്ട്. ഇത്തരം സാധനങ്ങളൊക്കെ കഴിക്കുക. പിന്നെ അതുകൊണ്ടൊക്കെ സൂപ്പ് ഉണ്ടാക്കുക. മനസ്സിലായോ പറഞ്ഞത്? ഉദാഹരണം, സൂപ്പ് ഉണ്ടാക്കാൻ ചെറിയ ചെറിയ പച്ചക്കറി സാധനങ്ങൾ കൂട്ടിയിട്ട് സൂപ്പ് ഉണ്ടാക്കാം. പെണ്ണുങ്ങൾക്ക് നല്ല ബിരുദുണ്ട്, നല്ല നല്ല സൂപ്പ് ഉണ്ടാക്കുക. അതൊക്കെ കൂട്ടി കഴിക്കുക. അപ്പോൾ ഉള്ളിലൊക്കെ ആവശ്യത്തിനുള്ള എന്താ പറയുക, വെള്ളം എത്തും, ആ ഔഷധക്കൂട്ടുകളുടെ ഗുണം എത്തും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. സൂപ്പ് ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഇത്തരം കാര്യങ്ങളൊക്കെ മഴക്കാലത്തിന് യോജിച്ച ഭക്ഷണങ്ങളാണ് മഴക്കാലത്ത് കഴിക്കേണ്ടത് കൂടുതൽ. പിന്നെ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, സൗകര്യമുണ്ടെങ്കിൽ ഒരു ചികിത്സ നടത്തുക. അതിന് ഏറ്റവും നല്ല കർക്കടക ചികിത്സ എന്ന് പറയാം. പേരങ്ങനെയാണെങ്കിലും ഏത് കാലത്തും നടത്താം. പഞ്ചകർമ്മ ചികിത്സ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ പറയും. ചില സ്ഥലത്ത് പഞ്ചകർമ്മ ചികിത്സ എന്ന് എഴുതി വെക്കും. ചില സ്ഥലത്ത് അവിടെ ഉഴിച്ചിൽ എന്ന് എഴുതി വെക്കും. ഉഴിച്ചിൽ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്, നല്ല നിപുണനായ ഒരാളെ കണ്ടെത്തി ഒരു ഒഴിച്ചിൽ നടത്താൻ പറ്റിയ സമയമാണ് ഏത്? ശീതീകരിച്ച ഒരു സാഹചര്യം ഉള്ള കാലത്ത് അത് നല്ലതാണ്. ഇന്നിപ്പോൾ അതിനൊക്കെ വലിയൊരു പൈസയൊന്നും വേണ്ടല്ലോ. ഒരു സാധാരണ കൂലിക്കാരന് വരെ ചെയ്യാവുന്ന കാര്യമാണ് അതൊക്കെ. കാരണം ഉഴിച്ചിലിനൊക്കെ ഒരു 7 ദിവസം 1000 രൂപ കൊടുത്താൽ വൃത്തിയായി ഒഴിഞ്ഞിരുന്ന ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. ഇല്ലെങ്കിൽ എന്നോട് പറയും, ഞാൻ ആളെ പറഞ്ഞുതരാം. മനസ്സിലായില്ല? 1000 രൂപ ഒരു ദിവസത്തെ ഒഴിച്ചിലിന് 1000 രൂപ. 7 ദിവസം ഒരു ഒഴിച്ചിൽ നടത്തിക്കോ 7000 രൂപ. അതൊരു കൂലിക്കാരന് നടക്കൂല്ലേ? ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ നടക്കൂല. ആർക്കാ നടക്കാത്തത്? ഒരു 7000 രൂപ ചിലവ് വരും. ആ ഒരു വൃത്തിയായി 1.5 മണിക്കൂർ നേരം അവർ പണിയെടുക്കും എൻ്റെ ബോഡിയിൽ. രാവിലെ ഒരു 1.5 മണിക്കൂർ എൻ്റെ ബോഡി പണിയെടുത്തരും. വൃത്തിയായി ഒഴിയും. പാരമ്പര്യ ഒഴിച്ചിലുകാരാ. അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ. ഇതിനെ പറ്റുന്ന ഹൈന്ദവ സഹോദരങ്ങളെയും എനിക്കറിയും, മുസ്ലിം സഹോദരങ്ങളെയും എനിക്കറിയും, ക്രൈസ്തവ സഹോദരങ്ങളെയും എനിക്കറിയും. അതിൽ ജാതി മതമല്ല അവിടെ നോക്കേണ്ടത്. അവിടെ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ കരുത്തുള്ള ഒരാൾ കഴിയുന്ന പാരമ്പര്യം. മനസ്സിലാവുണ്ട് പറഞ്ഞപ്പോൾ നല്ല പാരമ്പര്യമുള്ള ആളുകൾ. ഒരു ഹൈന്ദവ ഫാമിലി, എനിക്കറിയുന്ന ഒരു ഹൈന്ദവ ഫാമിലി ഉണ്ട്. നല്ല മനുഷ്യന്മാരാണ് അവർ. നല്ല ഒരു സത്യബോധമുള്ള ഒരു ഹൈന്ദവ സഹോദരങ്ങൾ. അവർ ഉഴിച്ചിലുകാരാണ്. അവർ വൃത്തിയായി ചെയ്തു കൊടുക്കും. അതിനുള്ള ആളെ അവരൊരു ദിവസം എടുക്കൂ. അതായത് കച്ചവട മനസ്ഥിതിയോട് കൂടുതൽ ആളെടുക്കൂല. മനസ്സിലായില്ല? കൂടുതൽ ആളെ എടുക്കൂല. ഒരു പരിമിതമായ ആളെ അവരെടുക്കൂ. അവര് വൃത്തിയായി ആ കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഹൈന്ദവ കുടുംബത്തെ എനിക്കറിയും. അതിന് പറ്റിയ ഒരു കാലമാണ് കർക്കിടകം. കർക്കിടകം എന്ന് പറഞ്ഞാൽ കർക്കിടകം തന്നെ ആയിക്കോണമെന്നില്ല. ഇതിപ്പം ഇതേതാണ്? മിഥുനായല്ലോ. ഇത് മിഥുനമല്ലേ? നിങ്ങളോട് എന്താ വർത്താനം പറ? നിങ്ങളോടാണല്ലോ ഞാൻ അത് പറഞ്ഞു പോയത്. മിഥുനല്ലേ? മിഥുനായല്ലോ. മിഥുനമാണ് അല്ലേ? മിഥുനായല്ലോ. മിഥുനം എത്രയാ? മിഥുനം 6. ഇന്ന് മിഥുനം 6ആണ്. അതെ, മിഥുനം 6ആണ്. മിഥുനം 6. അപ്പം മിഥുന മാസത്തിൽ പറ്റും. ഇപ്പോഴും പറ്റും. പേര് കർക്കിടക ചികിത്സ എന്നാണ്. പക്ഷെ ഇപ്പോഴും അത് പറ്റും. ഒഴിച്ചിൽ നല്ല ഒഴിയാൻ കഴിയുന്ന ഒരാളെ കൊണ്ട് ഒഴിച്ചിൽ അത് വലിയ പ്രതിരോധ ശക്തി ശരീരത്തിലുണ്ടാക്കും. ഒരു ഗുണം എന്താണെങ്കിൽ ഇതുകൊണ്ടുണ്ടാവുന്നത് എന്താണ്? ദുർമേധസ് നിൻ്റെ മൂത്രത്തിലൂടെയും കാഷ്ടത്തിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് പുറത്തു പോകും. ദുർമേധസ് പുറത്തു പോകും. നല്ല വൃത്തിയായി പാരമ്പര്യമായി ഒഴിയുന്ന ബോധമുള്ള നല്ല ഒരാളെ കൊണ്ടൊരു പഞ്ചകർമ്മ ചികിത്സക്ക് നീ വിധേയനായാൽ ആവശ്യമായ ദുർമേധസ് നിന്റെ ബോഡിയിൽ നിന്ന് പോകും. ആവശ്യമായ ദുർമേധസ് പോയാലോ ക്യാൻസർ വരെ ഇല്ലാതെയാവും. ദുർമേധസ് അധികരിക്കുന്നതിനാൽ ഉണ്ടാവുന്നതാണ് ക്യാൻസർ. ദുർമേധസ് അധികരിക്കുന്നതിനാൽ ഉണ്ടാവുന്നതാണ് ഷുഗർ. ദുർമേധസ് അധികരിക്കുന്നതിനാൽ ഉണ്ടാവുന്നതാണ് പ്രഷർ. അപ്പൊ ഈ ചികിത്സ എന്തിനു വരെ ഉപകരിക്കും? എന്തിനുപകരിക്കും? ക്യാൻസറിന് വരെ, ക്യാൻസറിനും ഷുഗറിനും ഒക്കെ ഉപകരിക്കും. അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നല്ല അതേപോലെ തന്നെ പ്രകൃതി ചികിത്സ തേടുക. അത് എപ്പോഴും പറ്റും. ഉഴിച്ചിലുകാരെ പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള കാലത്താണ് ഉഴിച്ചിലുകാരെ നല്ലത്.
നല്ല ഭാര്യയും ഭർത്താവും കൂടി ഒരു ഒഴിച്ചിലുകാരനെ കാണും, ഭാര്യക്കും ഭർത്താവിനും സൗകര്യം. ഇന്നൊക്കെ അതിനൊക്കെയുള്ള നിയമത്തെ നമ്മളെ കയ്യിലില്ലേ? കുറേ ഭാര്യ വലിച്ച് ഈ എന്താ പറയുക മന്തിയും മറ്റതും മറിച്ചും ഒക്കെ തിന്നല്ലോ. ഗൾഫിലുള്ള മന്തി അവനും തിന്നു, ഇവിടെയുള്ള മന്തി ഇവളും തിന്നു. അപ്പം ഈ രണ്ട് സാധനങ്ങൾ മനസ്സിലായില്ലേ? ഇവരൊക്കെ ഒന്ന് ദുർമേധസ് പോയാൽ വന്ധ്യത, പെണ്ണുങ്ങൾക്ക് വന്ധ്യത വരാനുള്ള കാര്യം ദുർമേധസ് അധികരിച്ചതാണ്. അപ്പോൾ മനസ്സിലായില്ല? ഒരു കുട്ടീൻ്റെ രണ്ട് കുട്ടീൻ്റെ കുട്ടിയില്ല. എന്താ കുട്ടിയില്ലാതൊക്കെ ദുർമേധസ് അധികരിച്ചു പോയി. മനസ്സിലാവണ്ടേ പറഞ്ഞത്? ചിന്തിക്ക്. അപ്പം ഇതൊക്കെ തന്നെ ഇതിനൊക്കെ പരിഹാരമാണ്. ഈ ഒരു തണുത്ത സാഹചര്യത്തിൽ ഒരു ഒഴിച്ചിൽ നടത്താൻ, സാധാരണക്കാർക്ക് വരെ ഒരു ഒഴിച്ചിൽ നടത്താൻ അതിന് സൗകര്യമുള്ള ഒരു കാലമാണിപ്പോൾ. അതിനൊക്കെ പറ്റിയ ആളുകളും ഉണ്ട്, വൃത്തിയായി ചെയ്തു തരുന്ന ആളുകളുണ്ട്. ഒരാഴ്ച ഒന്ന് ലീവ് എടുക്ക്. ഏതായാലും റമദാൻ മാസത്തിൽ നീ ലീവ് എടുക്കണ്ടല്ലോ ഇല്ലേ? എന്നതുപോലെ നിന്റെ ബോഡി നന്നാക്കാൻ വേണ്ടി കർക്കിടക മാസത്തിൽ, മിഥുനം കർക്കിടകത്തിൽ ഒന്ന് ലീവ് എടുത്താളാം. അതിൽ എവിടെയെങ്കിലും ഒരാഴ്ച. പക്ഷെ ഒരാഴ്ചക്ക് ഒരു പ്രശ്നമുണ്ട്. ഒഴിച്ചിൽ ഒരാഴ്ച നടത്തിയാൽ നെല്ലരിക്കയും ഒരാഴ്ച നടത്തണം. എന്താ നെല്ലരിക്ക എന്ന് പറഞ്ഞാൽ ബോഡി ഇളമിച്ചു പോകും. ബോഡി ഒന്നുകൂടി ഒഴിച്ചിൽ നടത്തിയ ബോഡി ഒന്നുകൂടി ദുർബലമാവും, പിന്നെ കരുത്തുണ്ടാവുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഭാരിച്ച പണികളോ മറ്റോ എടുക്കരുത്. എടുത്താലുള്ള പ്രശ്നം എന്തായാലും പിന്നെ വേദന വരും. ആ വേദനക്ക് വലിയ പ്രശ്നമുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഒഴിച്ചിൽ നടത്താൻ പറ്റിയ ഒരു സമയമാണ്. അപ്പോൾ ഒരാഴ്ച ഒഴിഞ്ഞാൽ ഒരാഴ്ച ചുരുങ്ങിയത് ഒരാഴ്ച നല്ലിരിക്കുക, 2 ആഴ്ച നല്ലിരിക്കുകയാണ് നല്ലത്. ഒരാഴ്ച ഒഴിച്ചിൽ നടത്തിയാൽ 2 ആഴ്ച നല്ലിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ചുരുങ്ങിയത് എത്ര നല്ലിരിക്കുക വേണം? ഒരാഴ്ച. ആ സമയത്ത് നീ വണ്ടി യാത്ര ചെയ്യരുത്. കാല് നീട്ടിച്ചാലും യാത്ര ചെയ്യരുത്. എന്തുകൊണ്ട്? കാല് നീട്ടി വെച്ച് നീ ഇന്നോവയിൽ കിടന്നാലും നിന്റെ ബോഡി ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പിന്നെ വൃത്തിയായി കിടക്കുമ്പോൾ വൃത്തിയായി കിടക്കുക, പകൽ സമയത്ത് ഉറങ്ങാതിരിക്കുക. ഒഴിച്ച് നടക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്? സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തെ ഒഴിവാക്കുക. പറഞ്ഞ മനസ്സിലായി? ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഒഴിച്ചിൽ നടത്തുന്ന കാലത്ത്. അങ്ങനെയൊക്കെ ചെയ്താൽ അത് വലിയ കരുത്ത് പിന്നെ ഈ ആണിനുണ്ടാവും പെണ്ണിനുണ്ടാവും. അതിന് ഏറ്റവും നല്ലൊരു കാലമാണ് ഇത്. ഈ മിഥുനം കർക്കിടകം, മിഥുനത്തിൽ പറ്റും. പറയുന്നത് കർക്കിടക ചികിത്സ എന്നാണ്, പക്ഷെ എന്നും അത് പറ്റും. എന്നും പറ്റും. മിഥുനത്തിൽ പറ്റും, കർക്കിടകത്തിൽ പറ്റും, ചിങ്ങത്തിൽ പറ്റും, ഇപ്പോഴൊക്കെ പറ്റും. ഇപ്പോൾ ഭൂമി തണുത്ത ഒരു സമയമാണ്. ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. ഓരോരുത്തരും അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ആണുങ്ങൾക്കും നല്ലതാണ്, പെണ്ണുങ്ങൾക്കും നല്ലതാണ്. വെരിക്കോസ് വെയിന് നമ്മുടെ നാട്ടിൽ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെരിക്കോസ് രോഗങ്ങൾ അല്ലേ? അറിയില്ലേ? ഞരമ്പ് രോഗങ്ങൾ അങ്ങനെയാണ്. അതിനൊക്കെ ഈ ചികിത്സ വളരെ നല്ലതാണ്. നല്ല കരുത്തുള്ള പെണ്ണ് തന്നെ നല്ല കരുത്തുള്ള പെണ്ണുങ്ങൾ ഒഴിയുന്ന കേന്ദ്രങ്ങൾ ഉണ്ട്. ഒക്കെ മനുഷ്യന് ആവശ്യമായ പലതും കിട്ടാത്തതും അനാവശ്യമായ പലതും കയറിക്കൂടിയതും ആണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം. അപ്പോൾ അവർ നിർദ്ദേശിക്കുന്ന ഭക്ഷണം കഴിക്കാനും പാടും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നോ? ഒഴിച്ചിൽ കാലത്ത് പിന്നെ എന്ത് ചെയ്യത്? ഇറച്ചി മീനും ഒഴിവാക്കുന്നത് നല്ലതാണ്. വളരെ ലേറ്റായ ഭക്ഷണം കഴിക്കുക. ഞാൻ പറഞ്ഞ സ്ത്രീ പുരുഷ ശാരീരിക ബന്ധങ്ങൾ വരെ ആ സമയത്ത് ഒഴിവാക്കണം. ഒഴിച്ചിൽ കാലത്ത് ഒഴിവാക്കണം. നല്ലതാണ്. അതിന് വലിയ ഫലമുണ്ടാവും. പിന്നീട് ഈ ആണിനും പെണ്ണിനും സെക്ഷൽ പവർ വരെ അധികരിക്കാൻ ഇത് കാരണമാവും. ഈ ഒഴിച്ചിൽ കാരണമാവും. പക്ഷെ ആ സമയത്ത് ശ്രദ്ധിക്കണില്ല. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ശ്രദ്ധിക്കുക. കാരണം ഋതുഭേദങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബോഡിയിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഉണ്ടാവും. അതിനെ നമ്മൾ മുതലെടുക്കുക. അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ പറയാം. അക്കൂട്ടത്തിൽ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാവുന്ന ഒരു സംഗതിയാണ് ഔഷധക്കഞ്ഞി. ഔഷധക്കഞ്ഞി എന്ന് പറഞ്ഞാൽ കർക്കിടക കഞ്ഞി എന്നും പറയും. കർക്കിടകം കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരു പ്രമാണമുണ്ട്. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്ന്. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു പഴഞ്ചൊല്ല് പഴയ കാലത്ത് ഹിന്ദുക്കൾക്കിടയിലൊക്കെ ഉള്ളൊരു പഴഞ്ചൊല്ല. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു. അതായത് 11 മാസത്തേക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും എവിടെ കിട്ടും? കർക്കിടകത്ത് കിട്ടും.
പിന്നെ ഒരു ബോഡിക്ക് 11 മാസം അത് മതിയാവും. അവർ ഒതുങ്ങിക്കൂടും. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ശ്രദ്ധിച്ചിരിക്കും, അവർ ഒതുങ്ങും. ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം രാമായണ മാസവുമാണ്. അപ്പോൾ അവർ ആത്മീയമായും അവിടെ ഒരു ചൈതന്യം നേടും. പിന്നെ മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ചിന്തിക്കണം. വളരെ കോമൺ ആയൊരു വിഷയമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കുന്നത്. വളരെ ചിന്തിക്കണം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? എന്താണെങ്കിലും എല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നും മതഗ്രന്ഥങ്ങൾ തിയോളജിക്കലായി അതതിൻ്റെ ആത്മാവാണ്. തിയോളജിക്കൽ ആയ കാര്യങ്ങളൊക്കെ മതത്തിൻ്റെ ആത്മാവാണ്. എങ്കിലും തിയോളജിക്കലായ ശരിയും തെറ്റുമൊക്കെ എല്ലാത്തിലും ഉണ്ടെങ്കിൽ പോലും മനസ്സിലായില്ല, എങ്കിലും മോറൽ സൈഡിൽ എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും ഒന്നാണ്. മനസ്സിലായില്ല? മോറൽ സൈഡ് ഞാൻ രാമായണം പറയുമ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാരണം അതാണ്. മോറൽ സൈഡ് മോഷ്ടിക്കാനോ വ്യഭിചരിക്കാനോ തോന്നിയാസം ചെയ്യാനോ ഒരു മതഗ്രന്ഥവും മനുഷ്യരോട് കൽപ്പിക്കുന്നില്ല. അപ്പം ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു കർക്കിടക മാസത്തിൽ ഈ ചികിത്സ ചെയ്തു. അപ്പോൾ അവനെ ഒരു ധാർമ്മിക മനസ്സിലേക്ക് മറ്റൊരു മുസ്ലിമിനെയും അവനും എൻ്റെ ഭാഗം തന്നെയാണ് എന്ന വർഗീയ ചിന്തകളിൽ നിന്നൊക്കെ പുറകോട്ട് വന്ന് യഥാർത്ഥ അവസ്ഥയിലേക്ക് മനസ്സും എത്തും. ഇത്തരം ചികിത്സ കൊണ്ട് ശരീരം എത്തും. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത കാലവുമാണ്. റമളാൻ കഴിഞ്ഞു, പിന്നെ ഹജ്ജ് വന്നു. ഇപ്പം നമ്മളൊരു വല്ലാത്ത കാലത്താണ്. ഇപ്പം നമ്മളെ അവസ്ഥ എന്താ? മുഹറം. ഒരു മാസം നമുക്ക് ഷഹ്റുല്ലാഹിൽ മുഹറം. ഒരു മാസം നമുക്ക് എന്താണ്? ഒരു മാസം നമുക്ക് എന്താണ്? മുഹറം. മനസ്സിലായില്ലേ? നമുക്ക് ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ കർക്കിടക മാസം രാമായണ മാസമാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹറം ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ പ്രത്യേക മാസമായി അള്ളാഹു പരിഗണിക്കുന്നതാണ്. ഏത്? പേര് തന്നെ എന്താണ്? ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായി മനസ്സിലാവേണ്ട പറഞ്ഞത്. അപ്പോൾ ഞാനൊരു കോമൺ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഹിന്ദുവിനാണെങ്കിൽ അതും അവനൊരു നല്ല കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുസ്ലിം ആണെങ്കിൽ ആൾറെഡി നല്ലൊരു കാലത്ത് ആണ്. ശരീരം കൂടി നന്നാക്കിയ വൃത്തിയാവും. അപ്പോൾ ഞാൻ കർക്കിടക കഞ്ഞി എല്ലാ കാലത്തും കർക്കിടക കഞ്ഞി ഉപയോഗിക്കാമെങ്കിലും കർക്കിടക കഞ്ഞി ഈ ഒരു മഴക്കാലത്ത് വളരെ വളരെ നല്ലതാണ്. ഞാൻ ഈ കർക്കിടക കഞ്ഞിയെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നത് എന്താണെങ്കിൽ, ഞാൻ കർക്കിടക കഞ്ഞിയെക്കുറിച്ചൊരു അങ്ങനെ ഉണ്ട് എന്നതിൻ്റെ ചില കൂട്ടുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സിദ്ധവൈദ്യനെ കണ്ട് ആ കാര്യം ഒന്നുകൂടി ക്ലിയറാക്കുന്നത് നല്ലതാണ്. കാരണം ഞാനീ പറയുന്ന ചില ചേരുവകൾ ചിലപ്പോൾ ഈ ചേരുവകൾ മനസ്സിലാവുണ്ട് പറഞ്ഞത്. ചില ചേരുവകളെല്ലാം സംസ്കൃതത്തിൻ്റെ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നതുകൊണ്ട് വൈദ്യന്മാർക്ക് മാത്രമേ കൃത്യമായി ആ ഔഷധം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കൃത്യമായ ഒരു നല്ല സിദ്ധവൈദ്യനെ കണ്ട് ആ വൈദ്യൻ്റെ ഉപദേശം സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിൽ നിങ്ങൾ ഇതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സിദ്ധവൈദ്യൻ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ നാട്ടിൽ. എനിക്ക് പരിചയമുള്ള സിദ്ധവൈദ്യൻ എന്ത് കാര്യത്തിൽ ഞാൻ ആശ്രയിക്കുന്ന ഒരു സിദ്ധവൈദ്യനുണ്ട്. നല്ല മനുഷ്യനുമാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇന്നലെ ഒരു കൂട്ടർ എൻ്റെ അടുത്ത് വന്നല്ലോ. എന്തിനാ അവർ വന്നത്? എന്താ അവർ പറഞ്ഞത്? കുട്ടിക്ക് എന്നും വയറുവേദന. അപ്പോൾ ഞാനതിന് പറഞ്ഞു, ഇന്നാലിന സ്ഥലത്ത് സിദ്ധവൈദ്യനുണ്ട്, അവിടെ പോയി കാണി. മനസ്സിലാണോ പറഞ്ഞത്? അത് സിദ്ധവൈദ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എവിടെയാ പ്രശ്നം? അവർക്ക് നാടി പിടിച്ച പറയും. എവിടെയാണ്? ഇവിടെ വരുന്ന ഫൈസൽ എന്ന ഒരുത്തനുണ്ട്. അവനെ ഞാൻ സിദ്ധവൈദ്യൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ സിദ്ധവൈദ്യൻ്റെ അടുത്ത് പറഞ്ഞയച്ചപ്പോൾ സിദ്ധവൈദ്യൻ ഇവന് ശരീരത്തിൽ എവിടെയൊക്കെയോ വേദന. അപ്പം സിദ്ധവൈദ്യൻ്റെ അടുത്ത് ചെന്നു. ഇവൻ ആദ്യമായി വൈദ്യനെ കാണാണ്. വൈദ്യൻ ഇവൻ്റെ നാട്ടുകാരനല്ല, വേറെ നാട്ടുകാരനാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. ഈ വൈദ്യനും ഇവനും തമ്മിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. ഈ വൈദ്യൻ്റെ നാടും ഇവൻ്റെ നാടും തമ്മിൽ ഏകദേശം ഒരു 10-40 കിലോമീറ്ററിൻ്റെ വ്യത്യാസവും. ആദ്യമായിട്ട് രണ്ടാളും തമ്മിൽ കാണുകയാണ്. ഞാൻ ഇവനെ ഈ വേദന പറഞ്ഞപ്പോൾ, നീ ഇന്നാളെ പോയി കാണുമെന്ന് പോയി പറഞ്ഞു. അപ്പോൾ ഈ ചെന്ന ഉടനെ ഈ വൈദ്യൻ ഇവൻ്റെ ഞരമ്പ് ഒന്നിങ്ങനെ ഞരമ്പ് ഒന്നിങ്ങനെ പിടിച്ച്
പരിശോധിച്ചിട്ട് ചോദിച്ച്, നീ 20 വർഷം മുമ്പ് ഒരു കാര്യമായ വീഴ്ച വീണിട്ടില്ലേന്ന് വെച്ച്. ഇവൻ വിയർത്തു. സത്യമാണ്, മനസ്സിലായില്ല. ഇവന് 20 വർഷം മുമ്പ് ഊഞ്ഞാലാടിയപ്പോൾ എന്ത് ചെയ്തു? ഊഞ്ഞാൽ പൊട്ടി, കുത്തി വീണു. ഇവിടെ കുത്തി. എത്ര വർഷം മുമ്പ്? 20 വർഷം മുമ്പ്. ഇത് സിദ്ധവൈദ്യന് പറയാൻ കഴിയും, അതൊരിക്കലും മെഡിക്കൽ ലാബിൽ പറയാൻ കഴിയില്ല. അത് സിദ്ധവൈദ്യനെ പറയാൻ കഴിയൂ. അവരൊക്കെ ഇന്നിവിടെ ഉണ്ട്. ആ വിജ്ഞാനം ഭൂമിയിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ. പക്ഷെ അവരൊക്കെ നഷ്ടപ്പെടും. കാരണം എന്തുകൊണ്ട്? അത്തരം വിഷയങ്ങളൊന്നും പഠിക്കാൻ പുതിയ തലമുറക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? വലിയ ലാഭം കിട്ടൂല. വൈകുന്നേരം ആകുമ്പോഴത്തേനൊരു 3-4 രോഗികൾ വന്നെങ്കിലായി. കഷ്ടിച്ച് അരി വാങ്ങാനുള്ള കിട്ടും. അതേ സിദ്ധവൈദ്യന് കിട്ടുള്ളൂ. MBBS കാര്യയോ MD ആയാൽ ഒരു ദിവസം തന്നെ 75,000 1 ലക്ഷമൊക്കെ ഒരു ദിവസം കിട്ടും. എന്താ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? ഒരു ദിവസം കിട്ടും 50,000 75,000 ആർക്ക്? ഒരു ഡോക്ടർക്ക്. അതേ സമയത്ത് സിദ്ധവൈദ്യന് വൈകുന്നേരം ആകുമ്പോഴത്തേന് 1000 രൂപ കിട്ടിയെങ്കിലായി. അത്രേ ഉള്ളൂ. ഒരു 10,000-2,000 മരുന്നിൻ്റെ ലാഭം കൂടി കൂട്ടി ഒരു 10,000-2,000 കിട്ടിയെങ്കിൽ കിട്ടി. അതേ വൈദ്യന് കിട്ടും. അതുകൊണ്ട് അത് പഠിക്കാനൊന്നും പുതിയ കാലത്ത് ആളില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സിദ്ധവൈദ്യനെ നിങ്ങൾ സമീപിക്കണം. ജാതി മതങ്ങൾക്കൊക്കെ അപ്പുറത്ത് മനുഷ്യ നന്മ ആഗ്രഹിക്കുന്ന നല്ല വൈദ്യന്മാർ, ഹിന്ദു സഹോദരങ്ങൾ, നല്ല ക്രൈസ്തവ സഹോദരങ്ങൾ, നല്ല മുസ്ലിം സഹോദരങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ട്. എന്നിട്ട് അവർക്ക് കിട്ടും. കാരണം എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മൾ വിചാരിച്ച രൂപത്തിൽ ലഭ്യമായിക്കൊള്ളണം എന്നില്ല. പകരം എന്താ ചെയ്യേണ്ടത് അത് അവർക്കറിയും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? കാരണം ചില പച്ചിലകൾ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പകരം ചില കൂട്ടുകൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയാൽ അത് ഇന്നാലിന്ന കൂട്ട് വാങ്ങിയാൽ മതി എന്ന് പറയാൻ ആർക്ക് കഴിയും? സിദ്ധവൈദ്യന് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവർ സിദ്ധവൈദ്യനെ സമീപിച്ച് ആ കാര്യം ഓരോ ഏരിയയിലുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കർക്കിടക കഞ്ഞിയെക്കുറിച്ച് പറയാം. കർക്കിടക കഞ്ഞിയിൽ ഏറ്റവും നല്ലത് ഞവര അരി ഉപയോഗിക്കലാണ്. ഞവര നല്ല എന്താ പറയുക, ഉണക്കലരിയും നല്ല തവിടുള്ള കുത്തരിയും ഒക്കെ പറ്റും. ഏറ്റവും നല്ലത് ഞവരയാണ്. ഞവരയുടേതായ ഒരു കരുത്തുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിക്കേണ്ട ചേരുവകൾ മുക്കുറ്റി, കിഴാർനെല്ലി, ചെറൂള, തഴുതാമ, മുയൽച്ചെവിയൻ, ബലിക്കറുക, ചെറുകടലാടി, പൂവാങ്കുരുന്നില, ആനയടിയൻ, തുളസീല, തകര, നിലമ്പരണ്ട, വെള്ളിയൊഴിഞ്ഞ, നിക്തകം കൊല്ലി, തൊട്ടാവാടി, കുറുന്തോട്ടി, ഇത്തരം സാധനങ്ങൾ ഒക്കെ അതിൽ ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സിദ്ധവൈദ്യരോട് പറഞ്ഞാൽ അവർ ആവശ്യത്തിന് നിങ്ങൾക്കത് എത്തിച്ചേരും. കാരണം മരുന്ന് പറിക്കുന്ന ആളുകളെ അവർക്കറിയും. ഒക്കെ പറഞ്ഞാൽ അതവർ ചെയ്തു തരും. അങ്ങനത്തെ ആളുകളുമുണ്ട്. പിന്നെ കർക്കിടക കഞ്ഞി കൃത്യമായി വെച്ചു കൊടുക്കുന്ന ചില സിദ്ധ ഔഷധ കേന്ദ്രങ്ങളുണ്ട്. കാരണം ഇപ്പോൾ വയനാടൊക്കെ അത് ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. മനസ്സിലാണ്? ഇപ്പോൾ ഒരു ആദിവാസികൾ ചികിത്സിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് വയനാട്. അവരൊക്കെ കർക്കിടക കഞ്ഞി കൃത്യമായി വെച്ചു കൊടുക്കുന്ന ചില ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഇലകളൊക്കെ കൃത്യമായി അവർക്കറിയും. ഇനി അതിനൊന്നും നിങ്ങൾക്ക് വേണ്ട, നിങ്ങളൊരു വൈദ്യരെ സമീപിക്കുക. നിങ്ങൾക്ക് കിട്ടുമ്പോൾ തൊട്ടാവാടി നിങ്ങൾക്ക് കിട്ടൂലേ? കിട്ടും. അതേപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, കുറുന്തോട്ടി കിട്ടൂലേ? കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന സാധനം. ഇപ്പം തകര കുറച്ച് നടന്നാൽ കിട്ടും. തകരയില മനസ്സിൽ തകര ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ കുറഞ്ഞതാണ് തകരയില. ആ തവരാന്ന് പറയും നിങ്ങൾ, തവരാന്ന് പറയും, തകര. മുയൽച്ചെവിയൻ അറിയില്ലേ? പാടവരമ്പത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും മുയൽച്ചെവിയൻ എന്ന് പറഞ്ഞാൽ ഇല കുറച്ച് അപ്പുറത്തേക്കും എന്താ പറയുക, ഇല കുറച്ച് വലുതായി വരും 2 സൈഡിലേക്ക്. അതാണ് മുയൽച്ചെവിയൻ. തഴുതാമ
തൈതാമ അറിയില്ലേ? അതെ തൈതാമ വള്ളിയാണ്. ഇഷ്ടം പോലെ തൈതാമയുടെയൊക്കെ ഗുണം എന്താ പറയുക. തൈതാമയുടെ ഗുണം ഞാൻ പറഞ്ഞത്, തൈതാമയുടെ ഗുണം പുനർനിർമ്മാണ ശക്തിയുള്ള ഒരു ഔഷധ സസ്യമാണ്. എന്തിന് പുനർനിർമ്മിക്കാൻ കഴിയും, അതായത് റീബിൽഡിങ്. നിൻ്റെ ബോഡിയെ ഒന്നുകൂടി ബിൽഡ് ചെയ്യാൻ, അതായത് നശിച്ച കോശങ്ങളെ ഒഴിവാക്കിയിട്ട് പുതിയ കോശങ്ങൾ വരുത്തിയിട്ട് നിന്നെ ബിൽഡ് ചെയ്യാൻ കരുത്തുള്ള ഒരു സസ്യമാണ് എന്ത്, തൈതാമ. തൈതാമ ശരീരത്തെ പുതുക്കി പണിയുന്നു. സമ്മർദ്ദം, അർശസ്, ഹൃദ്രോഗം, അൾസർ, ഗ്യാസ് ട്രബിൾ, മലബന്ധം ഇവ ഇല്ലാതാക്കാൻ തൈതാമക്ക് സാധിക്കുന്നു. എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഇംഗ്ലീഷ് ഗുളിക കുടിക്കല്ല വേണ്ട, ഇതൊക്കെ എൻ്റെ നാട്ടിലുള്ള സാധനങ്ങളാണ്. എന്തിനൊക്കെ ഇതിന് കഴിയാം? രക്തസമ്മർദ്ദം, അർശസ്, ഹൃദ്രോഗം, അൾസർ, ഗ്യാസ് ട്രബിൾ, മലബന്ധം ഇവയെല്ലാം ഇല്ലാതാക്കാൻ തൈതാമക്ക് സാധിക്കുന്നു. ഇതിൽ പൊട്ടാസ്യം നൈട്രേറ്റും ആൽക്കലോയിഡും അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഇല പിഴിഞ്ഞെടുത്ത നീര് കഴിച്ചാൽ മലത്തെ ഇളക്കി വിടുകയും മൂത്രവിസർജനത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ബോഡിയിലെ നീര്, ഇതിൻ്റെ നീര് കഴിച്ചാൽ ബോഡിയിലെ നീര് ഒറ്റും. ആവശ്യം ഇങ്ങനെ പൊതളിപ്പുണ്ടല്ലോ, അത് ഒഴിവാകും. ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദുർമേധസ് കുറയാൻ ഇത് സഹായിക്കുന്നു. എന്ത്, തൈതാമ. തൈതാമൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ എപ്പോഴും കിട്ടുന്ന സാധനം തൈതാമ. മുയൽച്ചെവിയൻ. എന്താ മുയൽച്ചെവിയന്റെ ഗുണം പറഞ്ഞുതരാം. തൊണ്ട സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. ടോൺസിലൈറ്റിസ്, ഡിഫ്തീരിയ ഇവക്കെല്ലാം ഇതിൻ്റെ നീര് കഴിച്ചാൽ മതി. പനി കുറക്കുന്നു, ഉദരവിര ശമിപ്പിക്കും. വയറ്റിൽ വിരണ്ടെങ്കിൽ മുയൽച്ചെവിയൻ കഴിച്ചാൽ പോവും. അതായത് ഈ ഔഷധക്കഞ്ഞിയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾ തന്നെ സ്വയം പോയി കണ്ടുപിടിച്ച് ചെയ്താൽ വളരെ നല്ലതാണ്. നമ്മളെ പരിസരത്തിൻ്റെ ഈ സാധനങ്ങളൊക്കെ കണ്ണിന് കുളിർമ നൽകുന്ന ഈ സസ്യം നേത്രരോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. എന്ത്, മുയൽച്ചെവിയൻ. ഇല മാത്രം എടുത്ത് നല്ല പോലെ കഴുകി അരച്ച് കരടില്ലാതെ അരിച്ച് കണ്ണിലൊഴിച്ചാൽ കണ്ണിലുണ്ടാവുന്ന എല്ലാ അസുഖങ്ങളും മാറുകയും കണ്ണിന് കുളിർമ ഉണ്ടാവുകയും ചെയ്യും. സമൂലം അരച്ച് മോരിൽ ചേർത്ത് കഴിച്ചാൽ രക്താർശസ് ശമിക്കും. ഒരുപാട് രോഗങ്ങൾക്ക് പരിഹാരമാണ് ഇത്. പൂവാങ്കുറുന്നില്ല, അതിലിപ്പോൾ ഈ കൂട്ടം അതും അങ്ങാടിയിൽ, അതും വൈദ്യരോട് ചോദിച്ചാൽ കൃത്യമായി കാണിച്ച്, പഴമക്കാർ കാണിച്ചു തരും, ഇല്ലെങ്കിൽ വൈദ്യർ കാണിച്ചു തരും. ശീതീകരണ ശക്തിയുള്ള പൂവാങ്കുരുന്നില ശരീരതാപം കുറക്കുന്നു. മൂത്ര തടസ്സമുള്ളവർക്ക് മൂത്രപ്രവാഹം സുഗമമാക്കുന്നു. പാദങ്ങളിലും മറ്റുമുണ്ടാവുന്ന നീര് വറ്റിക്കുന്നു. വിഷം ശമിപ്പിക്കുവാൻ ഇതിൻ്റെ ഇല ഉപയോഗിച്ചു വരുന്നു. ആസ്തമക്കുള്ള ഒരു സിദ്ധൌഷധമാണ് പൂവാങ്കുരുന്നില. ആസ്തമ അതായത് ശ്വാസതടസ്സം, ഇതെല്ലാം പരിഹരിക്കും. അതായത് ഇത് 2 ആഴ്ചയെങ്കിലും ഔഷധക്കഞ്ഞിക്കൊരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ 2 ആഴ്ചയെങ്കിലും കഴിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 1 ആഴ്ച തുടർച്ചയായിട്ട് കഴിക്കണം. വൈകുന്നേരം ഭക്ഷണമാക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. വൈകുന്നേരം ഭക്ഷണം നല്ലൊരു 6 മണി 7 മണിയുടെ ഉള്ളിൽ. ഔഷധക്കഞ്ഞി കുടിക്കേണ്ടത് വൈകുന്നേരം ഒരു 5-ൻ്റെ 7-ൻ്റെ ഇടയിൽ. പിന്നെ അന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. ഇത് രാത്രി ഭക്ഷണമാണ്. അരി, അതാ ഞാൻ പറഞ്ഞ അരി വേണം. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇത് ഞവര അരി. ഞവരാണ് ഏറ്റവും നല്ലത്. ഇനി ഏത് ഉണക്കലരിയും പറ്റും. ഒന്നും മെനക്കെടണം, കിട്ടും. നീ വൈദ്യരെ ഏൽപ്പിച്ചാൽ ചെയ്തു തരും. ഇനി എല്ലാ ഇലയും കൂടി കിട്ടിയ ഇല മതി. ആ ഇലക്കതിൻ്റെ ഗുണമല്ലേ. ഇപ്പം മുയൽച്ചെവിയാണ് ഇഷ്ടംപോലെ കിട്ടാണ്ട് നാട്ടിൽ. പൂവാങ്കുരുന്നിനെ കിട്ടാനുണ്ട്, ഇതൊക്കെ തൈതാമ കിട്ടാനുണ്ട്. ഇതൊക്കെ കിട്ടാനുള്ള കുറുന്തോട്ടി കിട്ടാനില്ലേ? കുറുന്തോട്ടി കിട്ടാനില്ലേ? ഇഷ്ടം പോലല്ലേ. തൊട്ടാവാടി കിട്ടാനില്ലേ? ഈ സാധനങ്ങളുടെ ഔഷധ വീര്യം അത്ര വലുതാണ്. ഈ എല്ലാം കൂടെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിന് ഗുണം ഉണ്ടാവുമല്ലോ. പക്ഷെ തുടങ്ങിയാൽ എത്ര ദിവസം കഴിക്കണം? ഏറ്റവും ചുരുങ്ങിയത് 14 നല്ലത്. 7 ദിവസം. ആ ദിവസങ്ങൾ ഇറച്ചി മീനും ഉപയോഗിക്കരുത്.
ദിവസം എല്ലാ ദിവസവും ഉണ്ടാക്കുക. എല്ലാം ഫ്രഷ് സാധനം, ഫ്രിഡ്ജ് കൊണ്ടുപോയി ഭാഗത്തൊക്കെ ഇത് ഫ്രഷ് സാധനം ഉണ്ടാക്കുക, ആ ചട്ടിയിലുണ്ടാക്കുക. അങ്ങനെ നല്ല ചട്ടി വാങ്ങിയേക്കുക വീട്ടിലേക്ക്, അതിലുണ്ടാക്കുക. എന്നിട്ടൊരു 5 മണി ഒരു 6 മണിക്ക് ശേഷം ഇനി ഇതിലൊക്കെ സ്വാദിഷ്ടാക്കുക. നെയ്യിൽ ഈ സാധനങ്ങളൊക്കെ പിന്നെ ഉണ്ടാക്കിയിട്ട് അത് നെയ്യിൽ വറുക്കുക, നല്ല പശു നെയ്യിൽ. കുറച്ച് എന്ത് ചെയ്യുക, റോക്ക് സാൾട്ട് കൂട്ടുക, അതും ശ്രദ്ധിക്കണം. ഇന്നത്തെ പുതിയ ഉപ്പ് കൂട്ടരുത്. ഈ വീര്യങ്ങളൊക്കെ നശിപ്പിക്കാനായി മതി. ഈ ഔഷധങ്ങളുടെ ഗുണങ്ങളൊക്കെ എന്തില്ലാതാക്കും? നമ്മളെ ഇന്നത്തെ ഈ പൊടിയുപ്പ് ഇല്ലാതാക്കും. പൊടിയുപ്പ് ഉപയോഗിക്കുക ചെയ്യരുത്. ഇത് ഉപയോഗിക്കുമ്പോൾ 2 ഉപ്പ് ഉപയോഗിക്കരുത്. ഏറ്റവും നല്ലത് റോക്ക് സാൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പ്, അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ഔഷധ വീര്യങ്ങൾ മുഴുവനും മറ്റേ പൊടിയുപ്പ് ഇല്ലാതാക്കും. അയഡിൻ ചേർത്തുപ്പ് ഉപയോഗിക്കരുത്. മനസ്സിലാണ്ടോ? റോക്ക് സാൾട്ട് ഉപയോഗിക്കാം. റോക്ക് സാൾട്ട് സ്വയം ഔഷധമാണ്. ഇഷ്ടം പോലെ കിട്ടാണ്ട്, ഇവിടെ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ ഒക്കെ ഉണ്ട്. വെള്ളിയാഴ്ച ഇവിടെ വിൽക്കാൻ വരും, നമ്മൾ പറഞ്ഞിട്ട് അവർ വിൽക്കാൻ വരുന്നുണ്ട് വെള്ളിയാഴ്ച. ഒക്കെ ഇഷ്ടം പോലെ കിട്ടാണ്ട്. പിന്നെ നിങ്ങൾ വലിയ സൂപ്പർ മാർക്കറ്റ് കയറ്റിയ റോക്ക് സാൾട്ട് ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. അതൊക്കെ കിട്ടും. അത് പ്രകൃതി അതിനായിട്ട്. ഇപ്പം കടൽ വെള്ളം അതിനുള്ളതല്ല, കടൽ വെള്ളം കുറുക്കിയതാണ് എന്ത്, കടലുപ്പ്. അതേ സമയത്ത് റോക്ക് സാൾട്ട് അതിനു വേണ്ടി പടച്ചോൻ മരുഭൂമിയിൽ പടക്കണതാണ്. ഒരു റോക്ക്, ആ റോക്കിന് ഒരൊറ്റ ഉപയോഗമുള്ളൂ, മനുഷ്യൻ എന്തായിത്തീരുക, സാൾട്ടായിത്തീരുക. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പം ഇതൊക്കെ നമുക്ക് ശ്വാസതടസ്സം, വില്ലൻ ചുമ, ഇതിനൊക്കെ ആസ്തമക്ക് സിദ്ധൌഷധമാണ് പൂവാങ്കുരുന്നില. ശ്വാസതടസ്സം, പനി, ഇവയെല്ലാം മാറിക്കിട്ടും. രക്തശുദ്ധി ഉണ്ടാക്കാൻ ഇതിൻ്റെ ഇല ഉപയോഗിച്ചു വരുന്നു. എന്തിൻ്റെ? പൂവാങ്കുരുന്നില. അപ്പം ഇത്തരം സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആനയടിയൻ, തുളസിയിലെ മാത്രം പറയേണ്ട ആവശ്യമില്ല. തുളസി അത്ര നല്ലതല്ല. തുളസി ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. ഈ പഴയ കാലത്ത് ജലദോഷമോ പനിയൊക്കെ ഉണ്ടെങ്കിൽ വല്യമ്മ ഒക്കെ വേഗം എന്താ ചെയ്യുക, തുളസിയിലെ കാപ്പിണ്ടാക്കി കുടിക്കും. തീർന്നു. എൻ്റെ അമ്മായിമ്മ മരിക്കണ വരെ എനിക്കത് എല്ലാ മഴക്കാലത്തും അവർക്ക് അതന്നെ ആവശ്യമാണ്. എന്തോ ഒരു നന്മയുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. അപ്പം അത് കാരണം വയസ്സായ മനുഷ്യന്മാർക്കൊക്കെ അതൊക്കെ വലിയ പിടുത്താണ്. അവർ ഗുളിക കുടിക്കാനൊന്നും സമ്മതിക്കൂല. അപ്പം ഇത്തരം കാര്യങ്ങൾ മുക്കുറ്റി, ഇപ്പം ഇതിൽ ഞാൻ മുക്കുറ്റി പറഞ്ഞു. മുക്കുറ്റി, മുറി കൂടി എന്നും അറിയപ്പെടുന്ന ഈ സസ്യം, മുക്കുറ്റിക്ക് രണ്ടാമത്തെ ഒരു പേരാണ് എന്ത്? മുറിക്കൂടി എന്നും അറിയപ്പെടുന്ന ഈ സസ്യം ബാഹ്യവും ആന്തരികവുമായി എല്ലാ മുറിവുകളെയും ഉണക്കും. അതായത് എൻ്റെ ബോഡിയുടെ ഉള്ളിലുള്ള മുറിവും ഉണങ്ങും, പുറത്തുള്ള മുറിവും ഉണങ്ങും. എന്ത് കഴിച്ചാൽ മുക്കുറ്റി ഒക്കെ കിട്ടാനുണ്ട്. ഇഷ്ടംപോലെ നാട്ടിൽ കിട്ടാനുള്ള സാധനം മുക്കുറ്റി. പ്രസവ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. ഇല അരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ വയറിളക്കം ശമിക്കും. സമൂലം നീരെടുത്ത് കഴിച്ചാൽ ചുമ, കഫക്കെട്ട് മുതലായവ ശമിക്കും. രക്തസ്രാവം നിൽക്കും. നല്ല ഒരു വിഷാഹാരി കൂടിയാണ് ഈ ഔഷധ സസ്യം. ഗർഭിണികൾ 8, 9, 10 മാസങ്ങളിൽ പതിവായി ഇതിൻ്റെ നീര് കഴിച്ചാൽ പ്രസവ സംബന്ധമായ രക്തസ്രാവം കുറയും. അതായത് ഗർഭിണികൾ മുക്കുറ്റി 8, 9 മാസങ്ങളിൽ അതിൻ്റെ നീര് കഴിച്ചാൽ പ്രസവ സമയത്ത് അവർക്ക് രക്തം പോക്ക് വളരെ കുറയും. വളരെ നല്ല സാധനമാണിത്. രക്തസ്രാവം അമിതമായാൽ മരണം വരെ സംഭവിക്കും. അപ്പോൾ 8, 9 മാസങ്ങളിൽ എന്തുപയോഗിക്കുന്നത് നല്ലതാണ്? മുക്കുറ്റി. ഈ മുക്കുറ്റിയും ഔഷധക്കഞ്ഞി കിട്ടും. അപ്പോൾ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ കർക്കിടകത്തിലെ അല്ലെങ്കിൽ മിഥുനത്തിലോ കർക്കിടകത്തിലോ കഴിക്കുന്ന ഈ കർക്കിടക കഞ്ഞി ഒരു വർഷത്തിൽ നിനക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും എവിടേക്ക് കയറ്റിത്തരും? നിൻ്റെ ബോഡിയിലേക്ക്. അത് ബോഡിയുമായി അങ്ങോട്ട് കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരാഴ്ച കഞ്ഞി കുടിച്ചാൽ ഒരാഴ്ചയും കൂടി എന്ത് ചെയ്യണം? നല്ലരിക്കയിൽ നിൽക്കണം. ആ സമയത്ത് ബീഡി വലിക്കാൻ പാടില്ല, ജങ്ക് ഫുഡ്സ് പാടില്ല, പുതിയ ഫുഡ്സ് പാടില്ല, ഇറച്ചി പാടില്ല, മീൻ പാടില്ല, പൊരിച്ചത് പാടില്ല, കരിച്ചത് പാടില്ല. ഒക്കെ ഒഴിവാക്കുക. തിരിഞ്ഞില്ല. ഔഷധക്കഞ്ഞി കുടിക്കണവർ എന്തൊഴിവാക്കണം? ഈ ബിരിയാണി, മനസ്സിലായില്ല, ബിരിയാണി, മന്തി പോലത്തെ ഒക്കെ ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ് മൊത്തം ഒഴിവാക്കുക. ഈ മറ്റേ എന്താ പറയുക, പിന്നെ ഈ പെപ്സി, കൊക്കക്കോള പോലത്തെ എല്ലാ സാധനങ്ങളും, ടിൻ ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക.
ഇറച്ചി ഒഴിവാക്കുക, മീൻ ഒഴിവാക്കുക, ബീഡി വലി ഒക്കെ ഒഴിവാക്കുക. മനസ്സിലാവണ്ട പറഞ്ഞത് തന്നെ. എന്നിട്ട് ഒരാഴ്ച നല്ലിരിക്കുക. എന്തിന്? ബോഡിയിലേക്ക് വേറെ അയഡിൻ ചേർത്ത ഉപ്പ് ഒഴിവാക്കുക, ഒക്കെ ഒഴിവാക്കുക. എന്തിന്? ഒരാഴ്ച കഴിക്കുന്ന സമയത്തും പിന്നെ ഒരാഴ്ച നെല്ലരിക്ക കാലത്തും ആ അനാവശ്യ സാധനങ്ങളെയെല്ലാം നിൻ്റെ അകത്ത് ചെല്ലുന്നത് നീ ഒഴിവാക്കി സൂക്ഷിക്കുക. അങ്ങനെ വന്നാൽ ബോഡിയോട് ഈ ഔഷധ വീര്യങ്ങളെല്ലാം അങ്ങോട്ട് ചേരും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും ശരീരത്തിൽ.